ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പലതരം ബിരിയാണികൾ അല്ലെങ്കിൽ പലതരം റൈസുകൾ നമ്മൾ മാജിക് അവനിലൂടെ കണ്ടിട്ടുണ്ട്. പരീക്ഷണങ്ങൾ പലതരമാണ്. അപ്പോൾ നമ്മൾ എത്ര നാടൻ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് രണ്ടാമത്തെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷേ പറയും ചൈനീസ് വിഭവങ്ങളൊക്കെ നല്ലതല്ലേ. നമ്മളൊരു ഹോട്ടലിൽ ചെന്നാലും ഓർഡർ ചെയ്യുന്നത് ചൈനീസ് ആയിട്ടാണ്. പക്ഷേ നമ്മൾ ആരും കഴിക്കുന്നത് ഒറിജിനൽ ചൈനീസ് വിഭവങ്ങളൊന്നും അല്ല. കുറച്ച് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ രുചി ഭേദങ്ങൾക്കനുസരിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ചൈനീസ് വിഭവങ്ങൾ തന്നെ. എന്നാലും ചൈനീസ് ഫ്രൈഡ് റൈസ് വ്യത്യസ്തമായ രീതിയിൽ പലതരം ഫ്രൈഡ് റൈസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ പേര് നമ്മൾ എന്താ പറയുക, ഇതൊരു നോൺ വെജ് ഫ്രൈഡ് റൈസ് തന്നെ പറയാം. കാര്യം ഇതിൽ സോസേജ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ചിക്കൻ സോസേജ്. അപ്പോൾ ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ്, അപ്പോൾ സോസേജ് ഫ്രൈഡ് റൈസ് എന്ന് ഇതിന് പേര് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സോസേജ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണി അരി 2 കപ്പ് വേവിച്ചെടുത്തത്, ഏകദേശം 8 കപ്പ് വേവിച്ച ചോറ്. ചിക്കൻ സോസേജ് കഷ്ണങ്ങളായി മുറിച്ചത് 2 കപ്പ്, ഏകദേശം 200 ഗ്രാം. സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, കാപ്സിക്കം 1 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 1 വലുത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 3/4 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, തരിതരിപ്പായി പൊടിച്ച കുരുമുളക് 2 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടേബിൾ സ്പൂൺ, വെണ്ണ 1 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഒണിയൻ 1/4 കപ്പ്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ആദ്യം ഇതിൽ കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം എണ്ണ, വെളിച്ചെണ്ണ പാടില്ല, റിഫൈൻഡ് ഓയിൽ. ഇപ്പോൾ ഒലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ എണ്ണയും ഒരല്പം വെണ്ണയും കൂടി ചേർക്കുക, 1 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടി ചേർത്തിട്ട് ചൂടാക്കണം. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് എണ്ണ, 2 ടേബിൾ സ്പൂൺ എണ്ണ, അതിനോടൊപ്പം കുറച്ച് വെണ്ണ, 1 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടി ചേർക്കാം. എണ്ണയും വെണ്ണയും കോമ്പിനേഷൻ. അപ്പം എണ്ണ വെണ്ണ മിശ്രിതം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. അപ്പം ഇനി ഇതൊന്ന് നിറം മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി. വാടി ഒന്ന് ചെറുതായി നിറം മാറാൻ തുടങ്ങുന്നൊരു സ്റ്റേജാണ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം, എന്താണ് ആ കാര്യം, ഇതിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ ആദ്യം ചേർക്കാൻ പോകുന്നത് സോസേജാണ്. സോസേജ് ചേർത്ത് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ സവാള ചേർക്കുന്നത്. എല്ലാം ഒരു വ്യത്യാസമാണ്. അപ്പം മണം വന്നു. ഇനി എന്താണ്, ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് കയറി നന്നായിട്ട് വാടിക്കഴിഞ്ഞു. സോസേജ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ഒന്ന് ചെറുതായിട്ട് ഇതിനകത്തേക്ക് വായിട്ട് കാണും. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങളോടുകൂടി. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിപ്പം എന്താ പറയുക, ഈ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സോസേജിൻ്റെ ഫ്രൈ ആണ്. അതെല്ലാം ഒരു വ്യത്യസ്തമായ മണമാണ്. പിന്നെ സോസേജിലൊക്കെ ഇങ്ങനെ ശരിക്കും നല്ലതായിട്ട് കുരുമുളകും ഗാർലിക്കിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കയറും. ഇതൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ചേർക്കാം. സോസേജൊക്കെ ഇങ്ങനെ വലിയ വലിയ പീസസായി മാറിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ശരിക്കും എക്സ്പാൻഡ് ചെയ്യുകയാണ്. പിന്നെ മൂത്ത് തുടങ്ങി സോസേജിൻ്റെയും കൂടെ ഒരു മണം വന്നു തുടങ്ങി, നോൺ വെജ് മണം. ഇനി എന്താണ്, ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാള, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇപ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ടാകും. സവാളയുടെ കഷ്ണങ്ങൾ ചേർക്കും. അപ്പോൾ ഇനി സവാളയും കൂടി ഒന്ന് വാടണം. അപ്പോൾ സവാള ചെറുതായി വാടിക്കഴിഞ്ഞു. ഇനി എന്താണ്, ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം, അതിൻ്റെ അകത്തെ കുരുവെല്ലാം മാറ്റിയിട്ട് ക്യാപ്സിക്കവും ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. അപ്പോൾ കളേഴ്സ് ഇങ്ങനെ കൂടി വരികയാണ്. പിങ്ക് കളർ നമ്മുടെ സവാളയുടെ, അതൊരു വെള്ള എന്ന് പറയാം, വൈറ്റ് ആൻഡ് പിങ്ക്. പിന്നെ പച്ച കളർ ക്യാപ്സിക്കം. ഇനിയൊരു കളർ വരുന്നുണ്ട്, അതാണ് ടൊമാറ്റോയുടെ കളർ കൂടി വന്നോട്ടെ. ഇതെല്ലാം ഇനി പെട്ടെന്നാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. ഇനി നമ്മൾ കുറച്ച് സോസ് ഐറ്റംസ് ചേർക്കാൻ പോവാണ്. ടൊമാറ്റോ സോസ് ഒരു 2 വലിയ സ്പൂൺ, ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല കുമിച്ചെടുക്കുക, ഹീപ്ഡ് ടേബിൾ സ്പൂൺ. പിന്നെ
സോയ സോസ് എല്ലാവർക്കും അറിയാമല്ലോ, കറുത്ത സോസാണ്. ചൈനീസ് വിഭവങ്ങളൊക്കെ ചേർക്കുന്നതാണ്. 1 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂൺ, 1 സ്പൂൺ. പിന്നെ വേണ്ടത് ചില്ലി സോസ്. അത് പച്ച കളറിലും കിട്ടും, റെഡ് കളർ, ചുമന്ന കളറിലും കിട്ടും. അത് ഏതാണ്ടൊരു 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ കൂടി ചേർക്കുന്നു. ഈ സോസുകളുടെയൊക്കെ ഒരു പച്ചമണം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അതും കൂടി ഒന്ന് വഴണ്ട് വരണം. ഒരു എന്താ പറയുക, റോ ടേസ്റ്റ് അതൊന്ന് മാറണം. ഇതൊക്കെ നല്ലൊരു കുഴഞ്ഞ ഭാഗത്തിലൊരു സോസേജ് ഫ്രൈ പോലെ ആയിക്കഴിഞ്ഞു. സോസേജ് എങ്ങനെ കഴിക്കാൻ തന്നെ എന്താ സ്വാദം അറിയാം. ഈ ഒരു രൂപത്തിൽ ചൈനീസ് സോസേജ് ആക്കിയത് മാറ്റാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ കൂടി ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഏകദേശം ആദ്യമേ തന്നെ ചേർത്ത് കഴിഞ്ഞു. ഇനി 1 ടീസ്പൂൺ കൂടുതൽ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളായി. ഇനി വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഉപ്പിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ വേണമെങ്കിൽ ചേർക്കാം. റൈസെല്ലാം ഇട്ട് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും സോസ് എല്ലാം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഫ്രൈഡ് റൈസായി മാറാൻ പോകുന്ന കാര്യങ്ങൾ. വേവിച്ച് വെച്ചിരിക്കുന്ന ഇനി മിക്സിങ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മിക്സിങ് കഴിഞ്ഞിട്ട് ബാക്കി ചോറ് കൂടി ചേർക്കും. എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും യോജിച്ച് കിട്ടണം. ഇപ്പം നല്ല ചോറ് നല്ല തണുത്തിരിക്കുവാണ് ശരിക്കും പറഞ്ഞത്. നേരത്തെ വേവിച്ച് വെച്ചതല്ല. പറ്റുമെങ്കിൽ അത് വേവിച്ച് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതിലും നല്ലത്, താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. പക്ഷെ ഇപ്പോൾ അത് ആ റൈസ് നന്നായിട്ട് ഇനി ചൂടാകണം. ഈ അടുപ്പിൽ കടന്ന് തന്നെ ഈ ചൂടിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചൂടാക്കാം. അങ്ങനെ അത് ഫ്രൈഡ് റൈസ് ആയിട്ട് മാറും. സോസേജ് ഫ്രൈഡ് റൈസ്. ഇനി എന്താണുള്ളത്? ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരല്പം പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഉപ്പ് ഇനി ഉണ്ടോ എന്ന് ഇനി വേണമെങ്കിലും പരിശോധിക്കാം. ഇച്ചിരി പഞ്ചസാര. പിന്നെ അജിനോമോട്ടോയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ടേസ്റ്റ് മേക്കർ. അതിൽ കുറഞ്ഞുള്ള ടേസ്റ്റ് മതി നമുക്ക്, പോരെ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഉപ്പ്, പഞ്ചസാര, ഈ വേണ്ട. പഞ്ചസാര ഒരു ബാലൻസിങ് ആക്റ്റാണ് ശരിക്കും പറഞ്ഞത്. പഞ്ചസാര ഇടുന്നത് എല്ലാത്തിൻ്റെയും രുചി ഒരുപോലെ ഒന്ന് ക്രമീകരിക്കാൻ. പിന്നെ ഇതിനാവശ്യത്തിനുള്ള എരിവുണ്ടാകും. കാര്യം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൽ കയറി കഴിഞ്ഞു. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇനിയും ചേർക്കാം. പക്ഷെ അത് മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആ ചൂട് വരണം. എല്ലായി കഴിഞ്ഞു. ശരിക്കും നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞു എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ റൈസ് നല്ല ചൂടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ലാസ്റ്റ് എന്താ ചേർക്കാൻ പോകുന്നത്? കുറച്ച് സ്പ്രിംഗ് ഒണിയൻ. ചെറിയ ഉള്ളി താഴെ വരും, അതിനോടൊപ്പം കുറച്ച് ഇല. സ്പ്രിംഗ് ഒണിയൻ ലാസ്റ്റ് സ്റ്റേജാണ്. അത് കുറച്ചിവിടെ ഇടാം. ബാക്കി നമുക്ക് അലങ്കാരത്തിനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് പച്ച, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക്. അങ്ങനെ നമ്മളുടെ സോസേജ് ഫ്രൈഡ് റൈസിൻ്റെ റെഡി ആയിക്കഴിഞ്ഞു. എന്ത് എളുപ്പമല്ലേ ഞാൻ ചെയ്തത്. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിൽ അങ്ങനെ നമ്മുടെ സോസേജ് ഫ്രൈഡ് റൈസ് പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഒരു കുഞ്ഞ് അലങ്കാരമാകും അല്ലേ, ചെറുത്ത്. സ്പ്രിംഗ് ഓണിയൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞത്, അതെൻ്റെ മുകളിലായിട്ട്. ശരിക്കും ഇതൊരു ഓറഞ്ച് കളറിൽ, ലൈറ്റ് ഓറഞ്ച് കളർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സോസേജിൻ്റെ പീസസ് ഇങ്ങനെ കിടക്കും. അത് കണ്ടു കഴിഞ്ഞാൽ പ്രോൺസ് കിടക്കുന്ന പോലെ ഇരിക്കും. ശരിക്കും അത് പ്രോൺസ് അല്ല, സോസേജാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഇതിനകത്ത് മൾട്ടി കളേഴ്സ് സാധനങ്ങൾ എന്തൊക്കെയാണ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, പിന്നെ ഈ സോസേജും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് സ്പൈസിയാണ്, കാര്യം കുരുമുളക് പൊടി ആവശ്യത്തിനുണ്ട്. എല്ലാം കൂടി ചേർന്ന് വളരെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാം അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. സാധാരണയായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം ഒരു
മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അത് തണുപ്പിച്ച മധുരമാകാം, അതല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ചൂട് കാര്യങ്ങളാകാം. ഒരു ജിലേബി ആണെങ്കിൽ പോലും അതൊരു സുഖമാണ്, നല്ലൊരു ഭക്ഷണത്തിൻ്റെ അവസാനമാണ്. അല്ലെങ്കിൽ ഒരു ചെറുപഴം. പിന്നെ പുഡിങ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ എത്ര വെറൈറ്റി പുഡിങ്സാണ് പല രീതിയിൽ നമ്മൾ കഴിക്കുന്നു. അപ്പോൾ അതുപോലൊരു പുഡിങ്ങാണ്. പക്ഷേ ഇത് നമ്മൾക്ക് വളരെ സാധാരണമായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യുന്നൊരു പുഡിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എക്സാക്ട്ലി അതല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം. കാര്യം ക്രീം കാരമൽ അല്ലെങ്കിൽ കാരമൽ കസ്റ്റേർഡ് നമ്മൾ എപ്പോഴും വീട്ടിൽ ചെയ്യും. അതും ഒരു എന്താ പറയുക, ഒരു കാരമൽ ഉണ്ടാക്കി ഒരു ഷുഗറിൻ്റെ ഒരു കോട്ടിങ്ങോട് കൂടിയാണ്, കാരമൽ കോട്ടിങ്ങോട് കൂടിയാണ് നമ്മുടെ കസ്റ്റേർഡ് ഉണ്ടാകുന്നത്. ഇതും ഒരു കസ്റ്റേർഡാണ്, പക്ഷേ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ്. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാം, ആവിയിൽ വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രിക് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. എന്തായാലും നമ്മളിപ്പോൾ ബേക്ക് ചെയ്താണ് ഈ കസ്റ്റേർഡ് തയ്യാറാക്കുന്നത്. ഇതൊരു ചോക്ലേറ്റ് കസ്റ്റേർഡ്, അത് ബേക്ക് ചെയ്ത് തയ്യാറാക്കാം. അപ്പോൾ ബേക്കിംഗ് എന്നുള്ള കാര്യം കൊണ്ട് വിഷമിക്കേണ്ട. ഇലക്ട്രിക് അവൻ വീട്ടിലില്ലാത്ത ആൾക്കാർക്ക് ഇത് സ്റ്റീമറിൽ ആവിയിൽ വെച്ചിട്ട് ഇഡലി പാത്രത്തിലോ അപ്പച്ചമ്പിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ആവി കയറ്റി പുഴുങ്ങിയെടുത്താൽ മതിയാവും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളുടെ ചോക്ലേറ്റ് കസ്റ്റേർഡ് അതിനോട് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറുകിയ പാൽ 1/2 ലിറ്റർ, മുട്ട 6 എണ്ണം, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി ചോക്ലേറ്റ് കസ്റ്റേർഡ് തയ്യാറാക്കാം. ഈ തിളപ്പിച്ച പാലിലേക്ക്, നല്ല ബോയിലിംഗ് ഹോട്ടാണ് ശരിക്കും പറഞ്ഞത്, അതിലേക്ക് ഇത് അളന്ന് വെച്ചിരിക്കുന്നതാണ് 1/2 കപ്പ് ചോക്ലേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ മിൽക്ക് ചോക്ലേറ്റ് ആണ്, പ്ലെയിൻ മിൽക്ക് ചോക്ലേറ്റ്. ഇത് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കളറെല്ലാം കുറച്ചുകൂടെ കൂടുതലാവും, ഭയങ്കരമായൊരു ചോക്ലേറ്റ് ടേസ്റ്റ്. ഏതാണ്ട് 6 ടേബിൾ സ്പൂൺ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഈ ചൂട് പാലിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റാണ്, നന്നായിട്ട് മെൽറ്റ് ആയിക്കോട്ടെ. ഇനി ഒരു പക്ഷേ ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ മതി. ഇനി നമ്മൾ പഞ്ചസാര അതിൻ്റെ അളവും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എത്ര മധുരം വേണം അതനുസരിച്ച്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ, 2 ഇപ്പം തന്നെ നല്ല മധുരമാണ്. പക്ഷെ എന്നാലും മുട്ടയൊക്കെ ചെയ്തില്ലേ, ഏകദേശം 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് അലിഞ്ഞ് റെഡിയായി വരട്ടെ, ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുട്ട ഒരു 6 മുട്ട, മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യേണ്ട, ഒന്നിച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഈ 6 മുട്ടയും സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു തമാശയാണ്. നമ്മൾ ശരിക്കും എഗ് വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ രണ്ടും വേർതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചാൽ മിക്കവാറും മഞ്ഞ പൊട്ടിപ്പോവും. പക്ഷേ ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. മഞ്ഞ വെള്ള ഒന്നിച്ച് കിടന്നാലും കുഴപ്പമില്ല, പൊട്ടിയാലും കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, പൊട്ടാണ്ട് കിട്ടിയിരിക്കുന്നു. ചില സമയത്ത് അങ്ങനെയാണ്, നമുക്കിങ്ങനെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില ബോണസ് അത് വേണ്ടാത്ത സമയത്ത് അത് പൊട്ടത്തില്ല. ഇപ്പോൾ അത് രണ്ടും മിക്സ് ആവാണ്ടിരിക്കുന്നത്. ഇനി നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ആ ഒരു മുട്ടയുടെ മണമുണ്ടല്ലോ, എഗ്ഗി സ്മെൽ, അത് വെച്ചിട്ട് 1/2 ടീസ്പൂണോളം വാനില എസൻസ് അത് മുട്ടയിൽ ഈ കാര്യം നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോക്ലേറ്റ് എല്ലാം തന്നെ നന്നായിട്ടും പാലിൽ അലിഞ്ഞു കഴിഞ്ഞു, പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റണം. അതായത് ഇപ്പം നല്ല ചൂടല്ലേ, ഈ ചൂട് മാറണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നുകിൽ തണുത്ത വെള്ളം ഇരിക്കുന്ന ഒരു ബൗളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. എന്നിട്ട് ഈ ചൂടോടുകൂടി നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്യുന്നില്ല. ഒരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഈ മുട്ട കൂടി യോജിപ്പിക്കും. തൽക്കാലം ഇതൊന്ന് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മുട്ടയും പാൽ മിശ്രിതവും കൂടി നമുക്ക് യോജിപ്പിക്കാം. ഇനി ഇത് നമ്മൾ ഒന്നിച്ച് യോജിപ്പിക്കാൻ പോകാം. അതായത് ഇത് 6 മുട്ട ഒന്ന് സ്പൂൺ വെച്ച് വെറുതെ ബീറ്റ് ചെയ്തതാണ്. അതാണ് ഇത് ചോക്ലേറ്റ് പാൽ മിശ്രിതം. ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കാം.
അപ്പോൾ ഏതാണ്ട് റൂം ടെമ്പറേച്ചറിലേക്ക് നമ്മളുടെ പാൽ മിശ്രിതം മാറിക്കഴിഞ്ഞു. ഇനി പാലും മുട്ടയും കൂടി ചേർന്ന് മിശ്രിതം കണ്ടല്ലോ, ഒരു പാടുമില്ല, എന്ത് ഈസിയാണ്, ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് തന്നെ പറയാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിൽ കുറച്ച് കരികൾ, പഞ്ചസാരയുടെ എന്തെങ്കിലും അഴുക്കോ, പിന്നെ മുട്ടയുടെ കുറച്ച് തരികളോ, പിന്നെന്താണ് ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനായിട്ട് നമ്മളിത് ഒരു അരിപ്പയിൽ കൂടി ഈ മിശ്രിതം അരിച്ച് അരിച്ചു മാറ്റിയ കസ്റ്റേർഡ് മിശ്രിതം, ചോക്ലേറ്റ് കസ്റ്റേർഡ് മിശ്രിതം. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ആദ്യം ഒരു പാത്രം കുറച്ചുകൂടി വലിയ, അതായത് ഒരു വലിയ പാത്രം, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ചെറിയ പാത്രം ഇറക്കി വയ്ക്കും. അപ്പോൾ ഒരു ഡബിൾ ബോയിലിംഗ് പോലെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഇത് എന്താണ്, ഇനി കുറച്ച് വെള്ളം, ഇത് ചൂടുവെള്ളമാകാം, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഏതാണ്ട് ഈ പാത്രത്തിൻ്റെ പകുതി വരെ വരുന്ന രീതിയിൽ. അപ്പോൾ ആ പാത്രത്തിൻ്റെ പകുതി ലെവൽ എത്തുന്നവരെ പുറത്തിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഇനി അകത്തെ ഉള്ളിൽ വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് കസ്റ്റേർഡിൻ്റെ മിശ്രിതം ഒഴിച്ചു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇലക്ട്രിക് അവനിലേക്ക് ഇത് മാറ്റും. 2 പാത്രം കൂടി ചേർത്തിട്ടാണ് മാറ്റേണ്ടത്. ഇനി ഇത് നമ്മൾ ഏതാണ്ട് ഒരു 180 to 200 എന്ന് പറയാം, 180 മുതൽ 200 ഡിഗ്രി ചൂട് വരെ ഏകദേശ കണക്കാണത്. ചില ഇലക്ട്രിക് അവനിൽ 180 മതിയാവും, ചിലതിൽ 200. അതിലേക്കും വെച്ചു ടെമ്പറേച്ചർ. അത് കഴിഞ്ഞിട്ട് 30 to 40 മിനിറ്റ്സ്, ആദ്യം ഒരു 30 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉറച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി കൊടുക്കും. എന്തായാലും ഇത് നന്നായിട്ട് ഉറച്ച് വരണം. അത് കഴിഞ്ഞിട്ട് നല്ല സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ടാകാം. ചോക്ലേറ്റ് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് അവനിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഡയറക്റ്റ് ഹീറ്റ് അല്ല, വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും ടൈമിങ്ങിൻ്റെ കാര്യം ഒരു ചിലപ്പോൾ 30 to 40 മിനിറ്റ്സ് വരെ വേണ്ടി വരും. 1/2 മുതൽ 3/4 മണിക്കൂർ വരെ വേണം ഏകദേശം. അപ്പോൾ എന്തായാലും നോക്കുക, പുഡിങ് നന്നായിട്ട് ഉറയ്ക്കണം, അത്രേ ഉള്ളൂ, സെറ്റ് ആകണം. അപ്പോൾ ഇത് അല്പം തണുക്കാനായിട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് എടുക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രീമി ആയിട്ട് ശരിക്കും അടിഭാഗത്ത് കണ്ടില്ലേ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് താഴെ പോകുന്നില്ല, നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. അങ്ങനെ ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കസ്റ്റേർഡ്. ഇനി നന്നായിട്ട് തണുപ്പിച്ച്, ഇതിപ്പോൾ ഹോട്ട് പുഡിംഗ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം, തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് ആവശ്യത്തിന് തണുപ്പിച്ച് കൂളാക്കിയിട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ആകാം, റെക്റ്റാങ്കിൾ ആകാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും, ട്രയാങ്കിൾ ആകാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റേർഡ് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പീസ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ല, എന്ത് സിമ്പിൾ അല്ലേ, ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന പുഡിങ്ങുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ശരിക്കും അത് ഇത് പിന്നെ ബേക്കിംഗ് ടൈം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ടാകുള്ളൂ. ഉണ്ടാക്കലൊക്കെ വളരെ വളരെ മധുരം ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി